എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കാണുന്ന പോലെ എൻ്റെ വീട്ടിലുള്ള ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ചെയ്യാനിരുന്ന ഒരു വീഡിയോ ആണ്, പക്ഷേ ഇന്നലെ ചില തിരക്കുള്ളതുകൊണ്ട് നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെബ്രോണിക്സിൻ്റെ ഏറ്റവും പുതിയ സൗണ്ട് ബാറായ 9900 എന്ന് പറഞ്ഞ പുത്തം പുതിയ മോഡലാണ്. ഇത് അതിലേറ്റവും അത്ഭുതകരമായത് എനിക്കതിലുള്ളത് ആയിട്ട് തോന്നിയത് ഡോൾബി അറ്റ്മോസിൻ്റെ കൂടെ തന്നെ DTS-X സപ്പോർട്ടുള്ള ഒരു സൗണ്ട് ബാർ സിസ്റ്റമാണിത്. ഓഫ് കോഴ്സ് ബാക്കിയുള്ള പല കമ്പനീസും സാംസങ് അതുപോലെ തന്നെ LG ഇവരൊക്കെ സൗണ്ട് ബാർ ഇറക്കിയിരുന്നെങ്കിലും സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി അഥവാ മറ്റൊരു ഇന്ത്യൻ കമ്പനി DTS-X ആയിട്ടുള്ള സൗണ്ട് ബാർ ആദ്യമായിട്ടായിരിക്കും ഇറക്കുന്നുണ്ടാവുക. അതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ RMS ഇവർ പറയുന്നത് 725 വാട്ട്സാണ് പറയുന്നത്. അതിൻ്റെ കോൺഫിഗറേഷൻ അവർ അവകാശപ്പെടുന്നത് 7.2.2 അഥവാ 5.2.4. യെസ്, നിങ്ങൾ കേട്ട ശരിയാണ്. 2 സബ് വൂഫർ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാവുന്നതാണ്, അതും വയർലെസ് ആണ്. ഓക്കെ, ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 110 വാട്ട്സിൻ്റെ 2 സബ് വൂഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വയർലെസ് ആണ്. പിന്നെ 305 വാട്ട്സ് ഔട്ട്പുട്ട് തരുന്ന 5 ഡ്രൈവറുള്ള സൗണ്ട് ബാറാണ് ഇതിൻ്റെ കൂടെയുള്ളത്. അതായത് 3 ഫ്രണ്ട് ഫയറിംഗ് ഡ്രൈവേഴ്സും പിന്നെ 2 സൗണ്ട് ബാറിൻ്റെ മേലെ തന്നെ 2 അപ്പ് ഫയറിംഗ് ഡ്രൈവേഴ്സും, അതിന് പുറമെ തന്നെ 100 വാട്ട്സ് ഔട്ട്പുട്ട്, ഇതെല്ലാം RMSനാണേ, PMPO അല്ല. 100 വാട്ട്സ് ഔട്ട്പുട്ട് തരുന്ന 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ആണ് റിയറിന് സറൗണ്ട്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സറൗണ്ട് തന്നെ അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ ഒരിക്കലും വരില്ലല്ലോ. 7.2.2 അഥവാ 5.1.4 എന്നുള്ള കോൺഫിഗറേഷൻ ഒരിക്കലും വരില്ല. അപ്പോൾ അത്തരത്തിൽ അതിമനോഹരമായ ഒരു പാക്കേജാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിൽ അതുപോലെ തന്നെ കണക്ടിവിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.3 ഇതിൽ അവൈലബിൾ ആണ്. ഒരു ഓപ്റ്റിക്കൽ ഇൻ പോർട്ട് കൊടുത്തിട്ടുണ്ട്. HDMI eARC സപ്പോർട്ടുള്ള ഒരു പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സൗണ്ട് ബാറിലൊക്കെ ആർക്ക് മാത്രമേ ഉള്ളൂ, ഓഡിയോ റിട്ടേൺ ചാനൽ മാത്രമേ ഉള്ളൂ. ഇതിൽ eARC എന്നുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. eARCിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എവർക്കും അറിയാം. നിങ്ങൾ TV അഥവാ പിന്നെ ആൻഡ്രോയിഡ് TV ആണ്, അല്ലെങ്കിൽ അതിൽ നെറ്റ്ഫ്ലിക്സ് അഥവാ ആമസോൺ ഉള്ള സബ്സ്ക്രിപ്ഷൻസ് അതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ TVയിലും eARC ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന TV ആണെങ്കിൽ നിങ്ങൾ eARC ത്രൂ എടുത്ത് നിങ്ങളുടെ ഈ സൗണ്ട് ബാർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് പുറമെ ഒരു USB പോർട്ടും കൂടി ഇതിലുണ്ട്. 32 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു USB പോർട്ട്. ഈ പറഞ്ഞ മെയിൻ ബാർ വാൾ മൗണ്ടബിളാണ്. ഈ വാൾ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ അതിമനോഹരമായ ഒരു ലോഗോയും കൂടി സെബ്രോണിക്സിൻ്റെയും ഡോൾബി അറ്റ്മോസും DTS-Xലുള്ള ഒരു ലോഗോ ഉണ്ട്. അതിൻ്റെ സൈഡിൽ RGB ലൈറ്റിംഗ് വരെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു മനോഹാരിത ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി റിമോട്ടും ഇതിൻ്റെ കൂടെയുണ്ട്. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എന്നിരുന്നാലും പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ബാക്കിയുള്ള സൗണ്ട് ബാറിലൊക്കെ വെറും ഡോൾബി അറ്റ്മോസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഡോൾബിയുടെ സ്റ്റീരിയോ അല്ലെങ്കിൽ ഡോൾബിയുടെ സറൗണ്ട് സൗണ്ട്, അതായത് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ടു ഡോൾബി അറ്റ്മോസ്, ഇത് മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. DTS-X ഇതിലുള്ളത് കൊണ്ട് തന്നെ DTSൻ്റെ 2 ചാനൽ നിങ്ങൾക്ക് ആസ്വദിക്കാം, DTSൻ്റെ 5.1 നിങ്ങൾക്ക് ആസ്വദിക്കാം, 7 ചാനൽ ആസ്വദിക്കാം, മാസ്റ്റർ ഓഡിയോ ആസ്വദിക്കാം, ഹൈറസ് ഓഡിയോ ആസ്വദിക്കാം. അപ് ടു DTS-X വരെയുള്ള 3D സറൗണ്ട് ഫീൽഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഒരു ചെറിയ മുറി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് റൂമിന് ഇത് ധാരാളമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ കണ്ടിരിക്കുന്നത് ആമസോണിലാണ് ഞാനത് കണ്ടത്. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 33,000 രൂപയാണ് വരുന്നത്. ലോക്കൽ അല്ലെങ്കിൽ ഡീലർഷിപ്പിന് ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഈ ചെറിയ സൗണ്ട് ബാറിൽ പോലും ഡോൾബി അറ്റ്മോസ് DTS-X പോലുള്ള ടെക്നോളജി തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ ഓഫ് കോഴ്സ് ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എയറും അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് അത്ര ഒരിക്കലും എഫക്ട്സ് ഒരിക്കലും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ
നമുക്ക് ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ DTS:Xന്റെ ലോകത്തേക്ക് ഒരു കാൽച്ചുവടെന്ന നിലയിൽ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് എടുക്കാവുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വളരെ സ്ലീക്ക് ഡിസൈനുമാണ്. പക്ഷേ നല്ല പെർഫോമൻസും ആയിരിക്കും. സെബ്രോണിക്സിൻ്റെ ഓൾറെഡി ഒരു മോഡൽ ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിയിരുന്നു. അത് 5.1 മോഡലാണ്. എൻ്റെ മോഡൽ നമ്പർ ഞാൻ മറന്നു. നല്ല അടിപൊളി പെർഫോമൻസാണ്. ഒരു ചെറിയ റൂമിനൊക്കെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടുവരുന്നവർ പറയുന്ന അധികം പേരും വീഡിയോ കാണുക മാത്രമാണ് ചെയ്യുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.